കഴിഞ്ഞ ദിവസമാണ് ഒരു വാർത്ത കണ്ടത്, വാർത്തയെക്കുറിച്ച് അറിഞ്ഞത്. അതായത് എറണാകുളം ജില്ലയിലെ വെണ്ണല എന്ന സ്ഥലത്തുള്ള ഒരു ക്ഷേത്രത്തിൽ, ആ ക്ഷേത്രത്തിൻ്റെ വരുമാനവും മറ്റു കാര്യങ്ങളും, നല്ല തിരക്കുള്ള ക്ഷേത്രമാണ്, നല്ല വരുമാനമുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം അമ്മയുടെ, അതായത് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്, അമ്മ എന്ന താരസംഘടനയുടെ ഒരു ടൈറ്റിൽ സ്പോൺസറായി മാറിക്കൊണ്ട് 75 ലക്ഷം രൂപ ഇവരുടെ കുടുംബ സംഗമത്തിന് സമർപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിന് കൊടുക്കുന്നു, സ്പോൺസർ ചെയ്യുന്നു എന്നുള്ള വാർത്ത. ഒരു ക്ഷേത്രം ഇത് ചെയ്യേണ്ടതാണോ? അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഭക്തരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ മറ്റ് സൗകര്യങ്ങൾക്ക്, ഭക്തരുടെ സൗകര്യങ്ങൾക്ക് ഒക്കെയല്ലേ ഒരു ക്ഷേത്രം പണം മുടക്കേണ്ടത്? 75 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3/4 കോടി രൂപയുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാം. അമ്മ എന്ന സംഘടനയ്ക്ക് പണത്തിന് ഒരു കുറവുമില്ല. ലക്ഷങ്ങളും കോടികളും വരുമാനമുള്ള, അല്ലെങ്കിൽ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളുടെ സംഘടനയാണ് അമ്മ. എല്ലാവർക്കും അറിയാം. അവരുടെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അത്രയും പോഷായിട്ടൊരു ഓഫീസ് കേരളത്തിലെങ്ങും കാണില്ല. ഇത്രയും ധനാഢ്യരായ, കോടീശ്വരന്മാരായ ഒരു സംഘടനയെ സ്പോൺസർ ചെയ്യാൻ ഒരു സാധാരണ ക്ഷേത്രം ശ്രമിക്കുന്നതിന് പിന്നിലെ ചേതോവികാരം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു. തീർച്ചയായിട്ടും അത് ശരിയായൊരു നടപടിയായി തോന്നുന്നില്ല. ഏത് ക്ഷേത്രമാണെങ്കിലും തോന്നുന്നില്ല. അമ്മ എന്ന സംഘടനയ്ക്ക് പണമുണ്ട്. അവരുടെ കുടുംബസംഗമം സ്പോൺസർ ചെയ്യേണ്ടത് അവർ തന്നെയാണ്. അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടത് അവർ തന്നെയാണ്. അവർ ഒരു പാവപ്പെട്ട ഒരു സംഘടന, ഒരു അനാഥാലയത്തിൻ്റെ പരിപാടി, അല്ലെങ്കിൽ കുട്ടികളുടെ സ്കൂളിലെ ഒരു പരിപാടി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിലെ പരിപാടി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പൂർ ഹോമിലെ പരിപാടിയൊക്കെ സ്പോൺസർ ചെയ്താൽ അതിനൊരു മാന്യതയുണ്ട്. അമ്മ എന്ന താരസംഘടനയുടെ ആ കുടുംബസംഗമം സ്പോൺസർ ചെയ്യാൻ ഈ ക്ഷേത്രത്തിന് എന്ത് അവകാശമാണ് ഉള്ളത്, എന്ത് അധികാരമാണ് ഉള്ളത്? ക്ഷേത്രത്തിൻ്റെ പണം എന്നാൽ ക്ഷേത്ര ഭാരവാഹികളുടെ പണമല്ല, അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പണമല്ല, ഭക്തർ കാണിക്കയായും മറ്റും വഴിപാടായും മറ്റും അർപ്പിക്കുന്ന പണമാണ്, ഭക്തരുടെ പണമാണ്. അതെടുത്ത് തോന്നിവാസം ചെലവഴിക്കാൻ അമ്മയ്ക്ക് സ്പോൺസർ ചെയ്യാൻ 75 ലക്ഷം രൂപ, ഒന്നും രണ്ടുമല്ല, സ്പോൺസർ ചെയ്യാൻ ഈ ക്ഷേത്ര ഭാരവാഹികൾക്ക് ആരാണ് അനുവാദം കൊടുത്തത്? ഭക്തർ ശക്തമായി ഈ ഒരു നീക്കത്തെ എതിർക്കണം എന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കൊച്ചി വെണ്ണല തൈക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ്, തൈക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് എറണാകുളത്തുള്ള പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും. മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഫെബ്രുവരിയിൽ നടന്ന കുടുംബ സംഗമത്തിന് 75 ലക്ഷം രൂപ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് കൊടുത്തു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഭക്തർ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന വഴിപാട് പണം ഇത്തരത്തിൽ സിനിമാക്കാരുടെ പരിപാടിക്ക് ആഡംബരത്തിനായി സ്പോൺസർ ചെയ്തത് ശുദ്ധ തോന്നിയാസമാണ് എന്ന് പറയപ്പെടുന്നു. ഭക്തരടക്കം ഈ ഒരു നീക്കത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ തുക ട്രസ്റ്റ് ഭാരവാഹികൾ സ്വന്തം കയ്യിൽ നിന്ന് നികത്തുക തന്നെ വേണം. അവർ ഇത് കൊടുത്ത ആളുകൾ, തീരുമാനമെടുത്ത ആളുകൾ, ക്ഷേത്ര ഭാരവാഹികൾ സ്വന്തം പോക്കറ്റിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന് തീർച്ചയായിട്ടും ക്ഷേത്ര അക്കൗണ്ടിൽ തിരിച്ചടയ്ക്കണം എന്ന് തന്നെയാണ് ഭക്തർ ആവശ്യപ്പെടുന്നത്. കേരളത്തിലെ വിവിധ മഹല്ല് കമ്മിറ്റികളിൽ ഉള്ളതിനേക്കാൾ പൈസ ചിലപ്പോൾ ക്ഷേത്രങ്ങളിൽ ഉണ്ടാകും. ദാനധർമ്മങ്ങളിൽ മറ്റുള്ളവരെക്കാളൊക്കെ മുന്നിൽ ആണ് ഈ ക്ഷേത്രങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളുമൊക്കെ. പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം, ഭവനരഹിതർക്ക് വീട് നിർമ്മാണം, ചികിത്സാ സഹായം, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സഹായം, ഇതൊക്കെയല്ലേ നൽകേണ്ടത്? അതിന് പകരം അമ്മ എന്ന കോടീശ്വരന്മാരായ സംഘടനാ ഭാരവാഹികളുടെ ഈ ഒരു കുടുംബ സംഗമത്തിലേക്ക്, ഫെബ്രുവരിയിൽ നടന്ന കുടുംബ സംഗമത്തിലേക്ക് 75 ലക്ഷം രൂപ, 3/4 കോടി രൂപ കൊടുത്തത് എന്തിന് എന്നാണ് ഭക്തജന സമൂഹം ചോദിക്കുന്നത്. പൊതുവെ വിശ്വാസികളിൽ നിന്ന് കിട്ടുന്ന ഈ ഇത്തരം വഴിപാട് പണമൊക്കെ തന്നെ ഇത്തരത്തിൽ ധൂർത്തടിക്കാനും തോന്നിയവാസം ചെലവഴിക്കാനും ഒക്കെ ക്ഷേത്ര ഭാരവാഹികൾക്ക് ആരനുവാദം കൊടുത്തു? ആര് എടുത്ത തീരുമാനമാണ് ഇത്? ഇതുകൊണ്ട് ക്ഷേത്ര ഭാരവാഹികൾക്ക് എന്താണ് ഗുണം? ഈ താരസംഘടനകളുടെ, അഭിനേതാക്കളുടെ സംഘടനയെ സ്പോൺസർ ചെയ്തിട്ട്, ഇത്രയും ലക്ഷക്കണക്കിന് രൂപ സ്പോൺസർ ചെയ്തിട്ട് ക്ഷേത്രത്തിന് എന്താണ് ഗുണം? ക്ഷേത്ര ഭാരവാഹികൾക്ക് എന്താണ് ഗുണം എന്നും ഭക്തജന സമൂഹം ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം ചോദ്യങ്ങൾ ഉയരുക തന്നെ വേണം. ഇത് ശരിയായൊരു നടപടിയല്ല. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. തൈക്കാട്ട് മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ ഭക്തജനങ്ങളോട് ഇതിന് മറുപടി പറയണം. ഭക്തജനങ്ങളോട് ഇതിന് വിശദീകരണം നൽകണം. നിങ്ങൾ ഭാരവാഹികൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ തുക ക്ഷേത്രത്തിലേക്ക് തിരിച്ചടയ്ക്കണം. പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം നടത്താനല്ല, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാനല്ല, പൂർ ഹോമുകളിൽ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ നോക്കാൻ കൊടുക്കാനല്ല, നിരാലംബർക്ക് സഹായമായതല്ല. അമ്മ എന്ന കോടിക്കണക്കിന് രൂപ മാസം ദിവസം ഒഴുക്കുന്ന താരസംഘടനയ്ക്ക് അവർക്ക് സ്പോൺസർ ചെയ്ത് കൊടുത്തത് എന്തിനാണ് എന്ന ചോദ്യം തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ചോദിക്കണം. ഇതിന് ഇനിയും
അനുവാദം കൊടുത്തുകൂടാ. ശക്തമായി എതിർക്കണം. ശക്തമായ നിലപാട് ഭക്തജന സമൂഹം സ്വീകരിക്കണം. ഭഗവാന്റെ ഒരു വിശ്വാസപ്രകാരം ഭഗവാന്റെ നടയിൽ 1 രൂപയെങ്കിലും വഴിപാട് അർപ്പിക്കുന്ന ആ പണം കൂടി ചേർത്തുകൊണ്ടാണ് ഈ 75 ലക്ഷം രൂപ കൊടുത്തത്. പാവപ്പെട്ടവൻ്റെ പണവുമുണ്ട്. പണക്കാർ വലിയ വഴിപാടുകൾ നടത്തുമായിരിക്കും, പക്ഷേ പാവപ്പെട്ടവൻ നടത്തുന്ന ആ വഴിപാട് പണം കൊണ്ട് ക്ഷേത്രം പുനരുദ്ധരിക്കാനോ ക്ഷേത്രത്തിൻ്റെ മറ്റു കാര്യങ്ങൾ നടത്താനോ ശ്രമിക്കാതെ ഇത്തരത്തിൽ ധൂർത്തടിച്ച് കോടിക്കണക്കിന് രൂപ അമ്മ എന്ന സംഘടനയ്ക്ക് കൊണ്ടുകൊടുക്കാൻ നാണമില്ലേ ഈ ക്ഷേത്ര ഭാരവാഹികൾക്ക് എന്ന് ചോദിച്ചു പോവുകയാണ്.